എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫസ്റ്റ് ഇയർ എക്സാമിനേഷൻ റിസൾട്ടിന് ശേഷം വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്കായിട്ടുള്ള അപേക്ഷകൾ നൽകുന്നതിനായിട്ടുള്ള അവസരം നാളെ അവസാനിക്കും. അതായത് ജൂൺ 10 അവസാനിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഏത് സ്കൂളിലാണോ +1ൻ്റെ പബ്ലിക് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിനാണ് വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത്. റീവാലുവേഷൻ ഒരു സബ്ജക്റ്റിന് 500 രൂപയാണ് ഫീസ് വരിക. അതുപോലെ സ്ക്രൂട്ടിനിക്കാണെങ്കിൽ 100 രൂപ, ഫോട്ടോ കോപ്പിക്കാണെങ്കിൽ 300 രൂപയാണ് ഫീസ് വരിക. റീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആൻസർ ഷീറ്റ് ഒന്നുകൂടി വാല്യുവേഷൻ ചെയ്യുന്നതാണ് റീവാലുവേഷൻ. സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് കൂട്ടിയത് എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് അത് നിങ്ങൾക്ക് ആ ഒരു മാർക്ക് എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുന്നതാണ് സ്ക്രൂട്ടിനി. ഫോട്ടോ കോപ്പി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ ഷീറ്റിൻ്റെ ഏത് ആൻസർ ഷീറ്റിൻ്റെ ഫോട്ടോ കോപ്പിക്കാണ് അപേക്ഷിച്ചത് ആ ഒരു ആൻസർ ഷീറ്റിൻ്റെ ആ ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് നിങ്ങൾക്ക് സ്കൂൾ മുഖേനയോ അല്ലെങ്കിൽ തപാൽ മുഖേനയോ അയച്ചു തരികയാണ് ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് റീവാലുവേഷന് ഒരു സബ്ജക്റ്റിന് 500 രൂപയാണ് ഫീസ് വരിക. അപ്പോൾ റീവാലുവേഷന് 500 രൂപയാണ് ഫീസ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റുകളാണ് എഴുതാനായിട്ട് പറ്റുക എന്ന് അതായത് റീവാലുവേഷൻ കൊടുക്കാൻ പറ്റുക എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഫിസിക്സ്, അതുപോലെ തന്നെ കെമിസ്ട്രി, അതുപോലെ തന്നെ ഈ ഒരു ബയോളജി, അതുപോലെ തന്നെ മാത്സ്, അതുപോലെ തന്നെ ഏത് സബ്ജക്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് ഈ ഒരു ഫിസിക്സും കെമിസ്ട്രിയും അതുപോലെ തന്നെ മാത്സിനും റീവാലുവേഷന് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത്. റീവാലുവേഷന് കൊടുക്കാവുന്നതാണ്. കാരണം ഇത് +2ൻ്റേത് മാത്രമാണ് ഡബിൾ വാല്യുവേഷൻ ഉള്ളൂ. +1ൻ്റേത് നോർമൽ വാല്യുവേഷനാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയുടെ +1 സബ്ജക്റ്റുകൾ, +1ൻ്റെ പരീക്ഷയുടെ ആ ഒരു സബ്ജക്റ്റാണ് റീവാലുവേഷന് കൊടുക്കുന്നത്. അപ്പോൾ +1ൻ്റെ ഈ ഒരു സബ്ജക്റ്റുകളുടെ റീവാലുവേഷൻ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഉൾപ്പെടെ നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 6 സബ്ജക്റ്റുകൾ വേണമെങ്കിൽ റീവാലുവേഷനായിട്ട് കൊടുക്കാവുന്നതാണ്. അതിന് യാതൊരുവിധ പ്രോബ്ലവുമില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷൻ 6 സബ്ജക്റ്റിന് കൊടുക്കുന്ന സമയത്ത് ഏകദേശം 3000 രൂപയാണ് റീവാലുവേഷനായിട്ട് ഫീസ് വരിക. അപ്പോൾ ഈ ഒരു പൈസ നിങ്ങൾക്ക് അതായത് 6 വിഷയം വേണമെങ്കിൽ 6 വിഷയം, അത് നിങ്ങൾക്ക് എത്ര വിഷയമാണോ റീവാലുവേഷന് കൊടുക്കേണ്ടത് അത്രയും വിഷയം നിങ്ങൾക്ക് റീവാലുവേഷനായിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അപേക്ഷയ്ക്ക് റീവാലുവേഷനായിട്ടുള്ള ഫോമും കാര്യങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അത് വാങ്ങി ഫില്ല് ചെയ്ത് സ്കൂളിൽ നൽകിയാൽ മതി. അതോടൊപ്പം ഫീസും കാര്യങ്ങളും കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് റീവാലുവേഷൻ്റെ ഫോം സ്കൂളിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ ഫീസ് എത്ര സബ്ജക്റ്റാണോ റീവാലുവേഷൻ കൊടുക്കുന്നത് അത്രയും സബ്ജക്റ്റിൻ്റെ ഫീസ്, അതുപോലെ തന്നെ സ്ക്രൂട്ടിനിക്ക് അപേക്ഷിക്കുന്നവർക്ക് അതിനായിട്ട് സെപ്പറേറ്റ് ഫോം ഉണ്ട്. അതുപോലെ തന്നെ അതിന് വേണ്ട ഫീസ്, അതുപോലെ തന്നെ ഫോട്ടോ കോപ്പിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഫോം വേറെയുണ്ട്. അപ്പോൾ ആ ഒരു ഫോം സ്കൂളിൽ നിന്ന് കിട്ടും. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഫീസും നിങ്ങൾക്ക് ഈ ഒരു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അപേക്ഷ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീവാലുവേഷനായിട്ട് വേണ്ടത് ആ ഒരു ഫോം വാങ്ങി ഫില്ല് ചെയ്യുക. സ്കൂളിൽ നിന്ന് ഫോം കിട്ടും. അതുപോലെ തന്നെ ഒരു സബ്ജക്റ്റിന് 500 രൂപയാണ് ഫീസ്. അപ്പോൾ ആ ഒരു എത്ര സബ്ജക്റ്റാണോ എഴുതുന്നത് അത്രയും സബ്ജക്റ്റുകൾക്ക് ഒരു സബ്ജക്റ്റിന് 500 വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ എത്ര സബ്ജക്റ്റാണ്, ഇപ്പോൾ 6 സബ്ജക്റ്റ് ആണെങ്കിൽ 3000 രൂപയാണ് വരിക, 2 സബ്ജക്റ്റ് ആണെങ്കിൽ 1000 രൂപയാണ് വരിക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഫീസ് വരിക. അപ്പോൾ ഈ ഒരു ഫീസ് അതുപോലെ +2 റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട് ഉണ്ടെങ്കിൽ ആ ഒരു റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ക്രീൻഷോട്ടിൻ്റെ പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾ അതോടൊപ്പം കൊടുക്കുക. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് ഒരു റീവാലുവേഷൻ അല്ലെങ്കിൽ സ്ക്രൂട്ടിനി ഫോട്ടോ കോപ്പിക്ക് അപേക്ഷിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. റീവാലുവേഷൻ അപേക്ഷിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും മാർക്ക് കൂടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുക്കാവുന്നതാണ്. അത് റീവാലുവേഷൻ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്കെങ്കിലും കൂടുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ റീവാലുവേഷൻ്റെ റീഫണ്ട് എല്ലാവർക്കും കിട്ടുമോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും കിട്ടില്ല. 10% മാർക്ക് ഉണ്ടായിരിക്കണം. അതായത് 60 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ റീവാലുവേഷന് മുമ്പുള്ളതിനേക്കാൾ 6 മാർക്ക് കൂടിയിട്ടുണ്ടായിരിക്കണം. 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ റീവാലുവേഷന് മുമ്പുള്ളതിനേക്കാൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 8 മാർക്ക് കൂടിയിട്ടുണ്ടായിരിക്കും. അതായത് TE മാർക്കിലാണ് ഈ ഒരു മാർക്ക് കൂടേണ്ടത്. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റീവാലുവേഷൻ അടച്ച ആ ഒരു ഏത് സബ്ജക്റ്റാണോ ഈ ഒരു 60 മാർക്ക് സബ്ജക്റ്റിൽ റീവാലുവേഷന് മുമ്പുള്ളതിനേക്കാൾ TE മാർക്ക് 6 മാർക്ക് കൂടുതൽ കിട്ടിയത്, അല്ലെങ്കിൽ 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ റീവാലുവേഷന് മുമ്പുള്ളതിനേക്കാൾ 8 മാർക്ക് TE മാർക്ക് ഏത് സബ്ജക്റ്റിനാണോ കൂടിയുള്ളത് ആ ഒരു പൈസ നിങ്ങൾക്ക് എത്ര സബ്ജക്റ്റിനാണോ ഈ ഒരു രീതിയിൽ 10% മാർക്ക് കൂടിയത് ആ ഒരു പൈസ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുന്നത് ആയിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു റീവാലുവേഷൻ അപേക്ഷിച്ചാൽ മാർക്ക് കൂടുമോ കുറയുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് റീവാലുവേഷൻ അപേക്ഷിച്ച് മാർക്ക് കൂടിയാലും കുറഞ്ഞാലും നിങ്ങളെ കൂടിയ മാർക്ക് മാത്രമാണ് പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ റീവാലുവേഷൻ അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ജൂൺ 10 അതായത് നാളെ തന്നെ നിങ്ങളുടെ അപേക്ഷ കൊടുക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.